പ്രഭാഷകൻ അധ്യായം 16. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയുമരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കളുണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു, അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു, അവരെ വെറുതെ വിട്ടില്ല. നാശത്തിനൊഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 6 ലക്ഷം ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാഠ്യക്കാരൻ ഒരുവനേയുള്ളൂ എങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോടുകൂടെ ഉണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃഥാ ആവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും. ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാധിസ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല, അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എൻ്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. പ്രഭാഷകൻ അധ്യായം 17. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും
പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിൻ്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്ന് എന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിൻ്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. പ്രഭാഷകൻ അധ്യായം 18. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവന് അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെക്കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു.
അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്, എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തൻ്റെ നീതിവിധികളിൽ താൽപ്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഭോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിൻ്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുൻപ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിൻ്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിൻ്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. പ്രഭാഷകൻ അധ്യായം 19. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടുവിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടുവിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവൻ്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും. തുടയിൽ തുളച്ചു കയറിയ അസ്ത്രം പോലെയാണ് ഭോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ.
അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക. അത് മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റാം. നാവുകൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻ കാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവൻ്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ല എന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. പ്രഭാഷകൻ അധ്യായം 20. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവൻ ഉണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്നറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദിനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. 7 ഇരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരിക്കുന്നതിലൂടെ പ്രീതി നേടുന്നു. ഭോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഭോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവൻ്റെ പ്രതീക്ഷ 7 ഇരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. ഭോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു. അജ്ഞരുടെ അധരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. ഭോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവൻ്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അവമാനഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഭോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട്.
മിഥ്യാഭിമാന നിമിത്തം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവൻ്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അവമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം, വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും, പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു, വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഭോഷത്വം മറച്ചുവെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചുവെക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രികമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം. Chapter 16. Desire not a brood of worthless children, nor rejoice in wicked offspring. Many though they be, exult not in them if they have not the fear of the Lord. Count not on their length of life, have no hope in their future. For one can be better than 1,000, rather die childless than have godless children. Through one wise man can a city be peopled. Through a clan of rebels it becomes desolate. Many such things has my eye seen, even more than these has my ear heard. Against a sinful band fire is enkindled, upon a godless people wrath flames out. He forgave not the leaders of old, who rebelled long ago in their might. He spared not the neighbors of Lot, whom he detested for their pride, nor did he spare the doomed people who were uprooted because of their sin, nor the 600,000 foot soldiers who perished for the impiety of their hearts. And had there been but one stiff-necked man, it were a wonder had he gone unpunished, for mercy and anger alike are with him who remits and forgives, though on the wicked alights his wrath. Great as his mercy is his punishment. He judges men, each according to his deeds. A criminal does not escape with his plunder. A just man's hope God does not leave unfulfilled. Whoever does good has his reward, which each receives according to his deeds. Say not, I am hidden from God. In heaven who remembers me? Among so many people I cannot be known. What am I in the world of spirits? Behold, the heavens, the heaven of heavens, the earth and the abyss tremble at his visitation. The roots of the mountains, the earth's foundations, at his mere glance quiver and quake. Of me therefore he will take no thought. With my ways who will concern himself? If I sin, no eye will see me. If all in secret I am disloyal, who is to know? Who tells him of just deeds, and what could I expect for doing my duty? Such are the thoughts of senseless men, which only the foolish knave will think. Hearken to me, my son, take my advice, apply your mind to my words, while I propose measured wisdom and impart accurate knowledge. When at the first God created his works, and as he made them assign their tasks, he ordered for all time what they were to do and their domains from generation to generation. They were not to hunger, nor grow weary, nor ever cease from their tasks. Not one should ever crowd its neighbor, nor should they ever disobey his word. Then the Lord looked upon the earth, and filled it with his blessings. Its surface he covered with all manner of life, which must return into it again. Chapter 17. The Lord from the earth created man, and in his own image he made him. Limited days of life he gives him, and makes him return to earth again. He endows man with a strength of his own, and with power over all things else on earth. He puts the fear of him in all flesh, and gives him rule over beasts and birds. He forms men's tongues and eyes and ears, and imparts to them an understanding heart. With wisdom and knowledge he fills them, good and evil he shows them.
He looks with favor upon their hearts, and shows them his glorious works, that they may describe the wonders of his deeds, and praise his holy name. He has set before them knowledge, a law of life as their inheritance. An everlasting covenant he has made with them, his commandments he has revealed to them. His majestic glory their eyes beheld, his glorious voice their ears heard. He says to them, Avoid all evil. Each of them he gives precepts about his fellow men. Their ways are ever known to him, they cannot be hidden from his eyes. Over every nation he places a ruler, but the Lord's own portion is Israel. All their actions are clear as the sun to him, his eyes are ever upon their ways. Their wickedness cannot be hidden from him, all of their sins are before the Lord. A man's goodness God cherishes like a signet ring, a man's virtue like the apple of his eye. Later he will rise up and repay them, and requite each one of them as they deserve. But to the penitent he provides a way back. He encourages those who are losing hope. Return to the Lord and give up sin. Pray to him and make your offenses few. Turn again to the Most High and away from sin. Hate intensely what he loathes. Who in the nether world can glorify the Most High, in place of the living who offer their praise? No more can the dead give praise than those who have never lived. They glorify the Lord who are alive and well. How great the mercy of the Lord, his forgiveness of those who return to him! The like cannot be found in men, for not immortal is any son of man. Is anything brighter than the sun? Yet it can be eclipsed. How obscure then the thoughts of flesh and blood! God watches over the hosts of highest heaven, while all men are dust and ashes. Chapter 18. The Eternal is the judge of all things without exception. The Lord alone is just. Whom has he made equal to describing his works? And who can probe his mighty deeds? Who can measure his majestic power, or exhaust the tale of his mercies? One cannot lessen, nor increase, nor penetrate the wonders of the Lord. When a man ends, he is only beginning, and when he stops, he is still bewildered. What is man? Of what worth is he? The good, the evil in him, what are these? The sum of a man's days is great, if it reaches 100 years. Like a drop of sea-water, like a grain of sand, so are these few years among the days of eternity. That is why the Lord is patient with men, and showers upon them his mercy. He sees and understands that their death is grievous, and so he forgives them all the more. Man may be merciful to his fellow man, but the Lord's mercy reaches all flesh, reproving, admonishing, teaching, as a shepherd guides his flock. Merciful to those who accept his guidance, who are diligent in his precepts. My son, to your charity add no reproach, nor spoil any gift by harsh words. Like dew that abates a burning wind, so does a word improve a gift. Sometimes the word means more than the gift. Both are offered by a kindly man. Only a fool upbraids before giving. A grudging gift wears out the expectant eyes. Be informed before speaking. Before sickness, prepare the cure. Before you are judged, seek merit for yourself, and at the time of visitation you will have a ransom. Before you have fallen, humble yourself. When you have sinned, show repentance. Delay not to forsake sins, neglect it not till you are in distress. Let nothing prevent the prompt payment of your vows. Wait not to fulfill them when you are dying. Before making a vow, have the means to fulfill it. Be not one who tries the Lord. Think of wrath and the day of death, the time of vengeance when he will hide his face. Remember the time of hunger in the time of plenty, poverty and want in the day of wealth. Between morning and evening the weather changes. Before the Lord all things are fleeting. A wise man is circumspect in all things. When sin is rife, he keeps himself from wrongdoing. Any learned man should make wisdom known, and he who attains to her should declare her praise. Those trained in her words must show their wisdom, dispensing sound proverbs like life-giving waters.
Go not after your lusts, but keep your desires in check. If you satisfy your lustful appetites, they will make you the sport of your enemies. Have no joy in the pleasures of a moment which bring on poverty redoubled. Become not a glutton and a wine-bibber with nothing in your purse. Chapter 19. He who does so grows no richer. He who wastes the little he has will be stripped bare. Wine and women make the mind giddy, and the companion of harlots becomes reckless. He who lightly trusts in them has no sense, and he who strays after them sins against his own life. Rottenness and worms will possess him, for contumacious desire destroys its owner. He who gloats over evil will meet with evil, and he who repeats an evil report has no sense. Never repeat gossip, and you will not be reviled. Tell nothing to friend or foe. If you have a fault, reveal it not. For he who hears it will hold it against you, and in time become your enemy. Let anything you hear die within you. Be assured it will not make you burst. When a fool hears something, he is in labor like a woman giving birth to a child. Like an arrow lodged in a man's thigh is gossip in the breast of a fool. Admonish your friend, he may not have done it, and if he did, that he may not do it again. Admonish your neighbor, he may not have said it, and if he did, that he may not say it again. Admonish your friend, often it may be slander, every story you must not believe. Then too a man can slip and not mean it, who has not sinned with his tongue. Admonish your neighbor before you break with him, thus will you fulfill the law of the Most High. All wisdom is fear of the Lord, perfect wisdom is the fulfillment of the law. The knowledge of wickedness is not wisdom, nor is there prudence in the counsel of sinners. There is a shrewdness that is detestable, while the simple man may be free from sin. There are those with little understanding who fear God, and those of great intelligence who violate the law. There is a shrewdness keen but dishonest, which by duplicity wins a judgment. There is the wicked man who is bowed in grief, but is full of guile within. He bows his head and feigns not to hear, but when not observed he will take advantage of you. Even though his lack of strength keeps him from sinning, when he finds the opportunity he will do harm. One can tell a man by his appearance. A wise man is known as such when first met. A man's attire, his hearty laughter, and his gait proclaim him for what he is. Chapter 20. An admonition can be inopportune, and a man may be wise to hold his peace. It is much better to admonish than to lose one's temper, for one who admits his fault will be kept from disgrace. Like a eunuch lusting for intimacy with a maiden is he who does right under compulsion. One man is silent and is thought wise, another is talkative and is disliked. One man is silent because he has nothing to say, another is silent, biding his time. A wise man is silent till the right time comes, but a boasting fool ignores the proper time. He who talks too much is detested. He who pretends to authority is hated. Some misfortunes bring success. Some things gained are a man's loss. Some gifts do one no good, and some must be paid back double. Humiliation can follow fame, while from obscurity a man can lift up his head. A man may buy much for little, but pay for it 7 times over. A wise man makes himself popular by a few words, but fools pour forth their blandishments in vain. A gift from a rogue will do you no good, for in his eyes his one gift is equal to 7. He gives little and criticizes often, and like a crier he shouts aloud. He lends today, he asks it back tomorrow. Hateful indeed is such a man. A fool has no friends, nor thanks for his generosity. Those who eat his bread have an evil tongue. How many times they laugh him to scorn. A fall to the ground is less sudden than a slip of the tongue. That is why the downfall of the wicked comes so quickly. Insipid food is the untimely tale. The unruly are always ready to offer it. A proverb, when spoken by a fool, is unwelcome,
for he does not utter it at the proper time. A man through want may be unable to sin, yet in this tranquillity he cannot rest. One may lose his life through shame, and perish through a fool's intimidation. A man makes a promise to a friend out of shame, and has him for his enemy needlessly. A lie is a foul blot in a man, yet it is constantly on the lips of the unruly. Better a thief than an inveterate liar, yet both will suffer disgrace. A liar's way leads to dishonor. His shame remains ever with him. A wise man advances himself by his words. A prudent man pleases the great. He who works his land has abundant crops. He who pleases the great is pardoned his faults. Favors and gifts blind the eyes. Like a muzzle over the mouth, they silence reproof. Hidden wisdom and unseen treasure, of what value is either? Better the man who hides his folly than the one who hides his wisdom.